ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം. ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ. ശ്രീ എം. എപ്പിസോഡ് 16. വസിഷ്ഠ ഗുഹ. പിറ്റേന്ന് അതിരാവിലെ 5:30 മണിക്ക് ഞാൻ യാത്ര പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. യാത്രയ്ക്ക് ഒരു വാഹനവും ഉപയോഗിക്കില്ലെന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസിമാരെ പോലെ ഞാനും ബദ്രിനാഥിലേക്ക് കാൽനടയായി പോകും എന്നായിരുന്നു നിശ്ചയം. ബദ്രിനാഥിലേക്ക് പോകുന്ന റോഡ് തിരിഞ്ഞ് മനോഹരമായ ഗംഗാതീരത്തു കൂടിയാണ് പോകുന്നത്. ഗംഗയുടെ മറുഭാഗത്ത് പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വതങ്ങളും വനങ്ങളും ആയിരുന്നു. അന്നൊക്കെ മരക്കൊമ്പുകളിൽ മയിലുകൾ നൃത്തം ചെയ്യുന്നത് കാണാനും അവയുടെ ഉച്ചത്തിലുള്ള കൂജനങ്ങൾ കേൾക്കാനും കഴിയുമായിരുന്നു. ഉത്തരാഞ്ചലിൽ നദികളെ മെരുക്കി അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ മയിലുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ആരുടെയും സംരക്ഷണം കൂടാതെ ഞാൻ ഒറ്റയ്ക്ക് സ്വതന്ത്രനായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കമ്പിളി പുതപ്പും കഴുത്തിൽ ചുറ്റിയിരുന്ന ഒരു ടവലും ഒരു ചെമ്പ് ജലപാത്രവും മാത്രമാണ് എൻ്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഒരു തുണിസഞ്ചി തോളിൽ തൂക്കിയിട്ടിരുന്നു. ഒരു തീപ്പെട്ടിയും റൈറ്റിംഗ് പാഡും ഒരു പേനാക്കത്തിയും 2 പെൻസിലുമാണ് സഞ്ചിയിലുണ്ടായിരുന്നത്. ബ്രാഹ്മണരെ പോലെ ഞാൻ മഞ്ഞ മുണ്ടുകൊണ്ട് താറുടുത്തിരുന്നു. കുറച്ചു ഭാഗം മുണ്ടനം ചെയ്ത ശിരസിൽ കുടുമ ഉണ്ടായിരുന്നു. അറ്റം കൂർത്ത ഒരു വടി ഊന്നി നടന്നുകൊണ്ടിരുന്ന എന്നെ കാണുന്ന ആർക്കും ഞാൻ ഒരു സത്യാന്വേഷിയാണെന്ന് തോന്നും. സായം സന്ധ്യയ്ക്ക് മുമ്പ് വസിഷ്ഠഗുഹയിൽ എത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അവിടെ എത്തുന്നതിന് 22 കിലോമീറ്റർ നടക്കണം. ഓരോ ദിവസവും ഏതാണ്ട് അതേ ദൂരം നടക്കണം എന്നാണ് ഞാൻ നിശ്ചയിച്ചത്. ഋഷികേശിൽ നിന്ന് 140 കിലോമീറ്റർ അകലെയാണ് ബദ്രിനാഥ്. ഉച്ചയ്ക്ക് തീക്ഷ്ണമായ ചൂട് അനുഭവപ്പെട്ടു. മനസ്സും അസ്വസ്ഥമായിരുന്നു. എൻ്റെ കാലുകളുടെ അവസ്ഥയും എന്നെ അലോസരപ്പെടുത്തി. ഞാൻ ധരിച്ചിരുന്ന റബ്ബർ ചെരുപ്പിൻ്റെ വെള്ളി പൊട്ടിപ്പോയിരുന്നു. അതിനാൽ ചെരുപ്പ് വേണ്ടെന്ന് വെച്ചു. നട്ടുച്ച നേരത്ത് അസഹ്യമായ ചൂട് കാരണം നിലത്ത് കാല് വയ്ക്കാൻ തന്നെ പ്രയാസപ്പെട്ടു. എൻ്റെ ഉള്ളംകാലുകൾക്ക് പൊള്ളലേറ്റു. അധിക ദൂരം ചെരുപ്പില്ലാതെ നടന്ന് ശീലമില്ലാതിരുന്നതിനാൽ നിരപ്പില്ലാത്ത പരുക്കൻ വഴിയിലൂടെയുള്ള സഞ്ചാരം ദുഷ്കരമായിരുന്നു. കഠിനമായ ചൂടിൽ നിന്ന് രക്ഷക്കിട്ടാൻ വേണ്ടി ഒരു ടവൽ കൊണ്ട് തലമറച്ചുകൊണ്ട് വളരെ ആയാസപ്പെട്ട് നടന്നുകൊണ്ടിരുന്നു. വളരെ ഉത്സാഹത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നഗ്നപാതരും ദൃഢപരിശീലനം ലഭിച്ചിട്ടുള്ളവരുമായ സന്യാസിമാരുടെ കൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കിയിരുന്നു. അവർ ഇടയ്ക്കിടെ മരത്തണലിൽ വിശ്രമിക്കും. അവിടെ ഇരുന്ന് കഞ്ചാവിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ പുക വലിക്കും. അവർ എന്നെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ ക്ഷണിച്ചിരുന്നു. ഞാൻ അവരുടെ ക്ഷണം നിരസിച്ചിരുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാൻ ഹിമാലയത്തിൽ എത്തിച്ചേർന്നത് കഞ്ചാവിൻ്റെ അടിമയാകാൻ വേണ്ടിയായിരുന്നില്ല. വിശപ്പ് എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. കുറച്ച് പണം അപ്പോഴും എൻ്റെ പക്കൽ ബാക്കിയുണ്ടായിരുന്നു. വഴിയോരത്ത് കണ്ട ഒരു ഭക്ഷണശാലയിലേക്ക് വേഗം നീങ്ങി. ഒരു ഗഡ്വാലിയായിരുന്നു ഭക്ഷണശാലയുടെ ഉടമ. അയാൾക്ക് സന്യാസിമാരോട് ബഹുമാനക്കുറവുണ്ടായിരുന്നു. അയാൾ എന്നിൽ നിന്ന് 2 ചപ്പാത്തിക്കും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചതിന് അമിതമായ വില വാങ്ങി. പിന്നീട് എൻ്റെ പക്കൽ ബാക്കിയുണ്ടായിരുന്നത് 30 രൂപ മാത്രമാണ്. ആ സ്ഥലത്ത് നല്ല തണലുണ്ടായിരുന്നു. ട്രക്ക് ഡ്രൈവർമാർ മണിക്കൂറിന് 5 രൂപ നിരക്കിൽ വാടകയ്ക്ക് എടുത്തിരുന്ന തടിക്കട്ടിലുകളൊന്നിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ഞാൻ ഉണർന്നപ്പോൾ ചൂടിന് ശമനം തോന്നിയിരുന്നു.
നിഴൽ നീളാൻ തുടങ്ങിയിരുന്നു. വഴിയോരത്തെ ഒരു ടാപ്പ് തുറന്ന് തണുത്ത വെള്ളത്തിൽ കാലുകൾ കഴുകിയിട്ട് യാത്ര തുടർന്നു. സമയം സന്ധ്യയോടടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനാകെ ഉത്കണ്ഠാകുലനായി. വസിഷ്ഠഗുഹ ദൃഷ്ടിപഥത്തിൽ പെട്ടിരുന്നില്ല. ഓരോ ചുവടും കൂടുതൽ കൂടുതൽ ഭാരിച്ചതായി അനുഭവപ്പെട്ടു. മുറിവേറ്റിരുന്ന ഉള്ളംകാലുകൾക്ക് അസഹ്യമായ നീറ്റൽ താങ്ങാൻ കഴിഞ്ഞില്ല. കാൽവണ്ണകളും വല്ലാതെ വേദനിച്ചു. ഒടുവിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനുള്ള അവസ്ഥയിൽ ആയിരുന്നില്ല ഞാൻ. സഹായത്തിനായി ഞാൻ ഉള്ളാലെ പ്രാർത്ഥിച്ചു. അന്നേരം ഋഷികേശിൽ നിന്നും വരികയായിരുന്ന ഒരു ജീപ്പ് എൻ്റെ അടുത്തു വന്ന് നിന്നു. ഡ്രൈവർ ഹിന്ദിയിൽ ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു, ബദ്രിനാരായണയിലേക്കാണ് പോകേണ്ടത്, പക്ഷേ ഇപ്പോൾ പോകുന്നത് വസിഷ്ഠ ഗുഹയിലേക്ക്. ജീപ്പ് ഡ്രൈവർ ഉടനെ പറഞ്ഞു, ഇനിയും പോണം 2 കിലോമീറ്റർ. ജീപ്പിൽ കയറിക്കൊള്ളൂ, 5 മിനിറ്റ് കൊണ്ട് എത്താം. അവിടെ വിളക്കുകളൊന്നും കാണുകയില്ല. ഇരുട്ട് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. സൈൻ ബോർഡുകളും ഇല്ല. ഞാൻ ഒരു നിമിഷം ചിന്താധീനനായി. നടക്കാൻ നന്നേ പ്രയാസം തോന്നുന്നുണ്ടായിരുന്നു. യാത്രയ്ക്ക് ഒരു വാഹനവും ഉപയോഗിക്കുകയില്ലെന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴേ സാഹചര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വചനങ്ങൾ എൻ്റെ മനസ്സിൽ വെളിച്ചം പകർന്നു. ധർമ്മനിഷ്ഠയുള്ളവൻ ഒരിക്കലും ഒരു വിഡ്ഢിയെപ്പോലെ ജീവിക്കരുത്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജീപ്പിനുള്ളിലേക്ക് കയറി. അത് പഴയ മോഡൽ വില്ലീസ് ജീപ്പായിരുന്നു. കടകട ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ജീപ്പ് വേഗത്തിലോടി. യുവാവായ ഡ്രൈവർ മലപ്രദേശങ്ങളിൽ വണ്ടി ഓടിക്കാൻ സമർത്ഥനായിരുന്നു. ഒട്ടും വൈകാതെ ഒരു റോഡിനരികെ ജീപ്പ് നിർത്തിയിട്ട് ഡ്രൈവർ പറഞ്ഞു, അങ്ങ് ഇവിടെ ഇറങ്ങിയാലും ഞാൻ അങ്ങയെ ആശ്രമത്തിലെത്തിക്കാം. അവിടെ കേരളത്തിൽ നിന്നുമുള്ള ഒരു യുവ ബ്രഹ്മചാരി മഹാരാജ് ഉണ്ട്. മുഖ്യസ്വാമി ഏതാനും കൊല്ലം മുമ്പ് അന്തരിച്ചു. വരൂ. ഞാൻ ജീപ്പിൽ നിന്നും ഇറങ്ങി ഡ്രൈവറോടൊപ്പം കിഴക്കാൻ തൂക്കായ വഴിയിലൂടെ താഴോട്ടിറങ്ങി ആശ്രമത്തിലേക്ക് നടന്നു. ആ സ്ഥലത്ത് ഒരിടത്തും വൈദ്യുതി വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. റാന്തൽ വിളക്കുകളുടെ നേരിയ പ്രകാശത്തിൽ എനിക്ക് യാതൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ബ്രഹ്മചാരിയുടെ ലക്ഷണമായ വെള്ള നിറമുള്ള വസ്ത്രവും കുടുമയും ധരിച്ച ഒരു യുവാവ് മുറിയിൽ നിന്നും ഇറങ്ങി വന്ന് ഹരി ഓം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ആത്മചൈതന്യ എന്ന ബ്രഹ്മചാരിയാണ്. നിങ്ങൾ ആരാണ്? ഉടനെ എൻ്റെ ഡ്രൈവർ സുഹൃത്തായ രാജേഷ് അറിയിച്ചു. ഞാൻ ഇദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാൽ മുടന്തി വിഷമിച്ച് നടന്നു വരുന്നത് കണ്ടു. ഇദ്ദേഹം ബദ്രിനാഥിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം വസിഷ്ഠ ഗുഹയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിന് ഒരു ലിഫ്റ്റ് കൊടുത്തു. ഹരി ഓം മഹാരാജ് എന്ന അഭിവാദനത്തോടെ ഞാൻ ബ്രഹ്മചാരിയോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ കേരളീയനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ അദ്ദേഹത്തോട് മലയാളത്തിൽ പറഞ്ഞു, ഞാൻ ബദ്രിനാഥിലേക്ക് പുറപ്പെട്ടതാണ്. അതിനിടയിൽ വസിഷ്ഠ ഗുഹയെപ്പറ്റി കേൾക്കാനിടയായി. വസിഷ്ഠ ഗുഹ സന്ദർശിക്കണമെന്ന് തോന്നി. അപ്പോഴേക്കും ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. കാലുകൾക്കും പരുക്കേറ്റിരുന്നു. ബ്രഹ്മചാരി ഹൃദയാലു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഈ രാത്രി ഇവിടെ തങ്ങാം. അന്നേരം എന്നെ ആശ്രമത്തിലെത്തിച്ച ഗഡ്വാലി യുവാവ് യാത്ര ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും കുറച്ച് ദൂരെ വ്യാസിയിലാണ് താമസിക്കുന്നത്. ഞാൻ റോഡിനിരകെ ഒരു കട നടത്തുന്നുണ്ട്. ചെറിയ തോതിലുള്ള ഒരു ഭക്ഷണശാല. എപ്പോൾ വേണമെങ്കിലും വരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആദ്യം ബ്രഹ്മചാരിയുടെയും രണ്ടാമതായി എൻ്റെയും കാലുകളിൽ തൊട്ടു വന്ദിച്ചു. അയാൾ യാത്രയായി. ഒരൽപ്പം കഴിഞ്ഞ് ജീപ്പ് പുറപ്പെടുന്ന ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ ഭഞ്ജിച്ചു. നിങ്ങൾ നന്നേ ക്ഷീണിതനാണ്, ബ്രഹ്മചാരി തുടർന്നു. നിങ്ങൾക്ക് തങ്ങാനുള്ള ചെറിയ മുറി കാണിച്ചു തരാം. പുറത്ത് കുളിമുറിയുണ്ട്. കുളി കഴിഞ്ഞിട്ട് അല്പസമയം വിശ്രമിക്കൂ.
അരമണിക്കൂറിനുള്ളിൽ വരാന്തയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. രാവിലെ ഞാൻ നിങ്ങൾക്ക് വസിഷ്ഠ ഗുഹ കാണിച്ചു തരാം. ബ്രഹ്മചാരി എന്നെ ചെറിയ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ ഒരു കട്ടിലും 2 കമ്പിളിപ്പുതപ്പും ഉണ്ടായിരുന്നു. ഭക്ഷണ സമയത്ത് കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുറിയിൽ നിന്നും പോയി. എനിക്ക് വേണ്ടി മുറിയിൽ ഒരു റാന്തൽ കത്തിച്ചു വച്ചിരുന്നു. ചപ്പാത്തിയും പരിപ്പ് ചോറും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു അത്താഴത്തിനുള്ള വിഭവങ്ങൾ. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു സമയം ബ്രഹ്മചാരിയോട് സംസാരിച്ചു. ഞാൻ യഥാർത്ഥ അന്വേഷിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായതുപോലെ എനിക്ക് തോന്നി. നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ, നമുക്ക് രാവിലെ കാണാം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മചാരി പോയി. ഒരു കേരളീയനെ കണ്ടുമുട്ടിയതിൽ അദ്ദേഹം സന്തോഷിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കി. കാറ്റ് വീശിയപ്പോൾ വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ കമ്പിളി പുതച്ചുകൊണ്ട് കിടന്നു. ക്ഷീണം കാരണം അല്പസമയത്തിനുള്ളിൽ ഉറക്കത്തിലാണ്ടു. ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായി കേട്ട ശബ്ദം ചീവീടുകളുടേതായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ നേരം വെളുത്തിട്ട് വളരെ നേരമായല്ലോ എന്നോർത്ത് പെട്ടെന്ന് കട്ടിൽ നിന്നും ചാടി എണീറ്റു. അന്നേരം അസഹ്യമായ വേദന കാരണം നിലവിളിച്ചുപോയി. ഉള്ളംകാലുകളിലെ വ്രണവും കാൽവണ്ണകളിലെ നീരും കാരണം കലശലായ വേദന അനുഭവപ്പെട്ടു. ചിലയിടത്ത് വ്രണം പൊട്ടുകയും ചെയ്തു. ശരീരമാസകലം വേദനിച്ചിരുന്നുവെങ്കിലും കാൽവണ്ണകളിലെ വേദന തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും സത്യാന്വേഷണത്തിൻ്റെ പാത കൈവിടാൻ മനസ്സ് തയ്യാറായിരുന്നില്ല. കൊച്ചുമുറിയിൽ നിന്ന് മുടന്തി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഒരു വാട്ടർ ടാപ്പ് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. ശൗചാലയത്തിൽ നിന്നും വളരെ ദൂരെ ആയിരുന്നില്ല അത്. വാട്ടർ ടാപ്പിൽ നിന്നും കുറച്ച് അകലെയുള്ള ശൗചാലയം നിലത്ത് കുഴിച്ച വെറും ഒരു കുഴി മാത്രമായിരുന്നു. ശുചീകരണം നടത്തിയിട്ട് ബ്രഹ്മചാരിയുടെ മുറി എന്ന് കരുതിയ മുറിയിലേക്ക് ഞാൻ സാവധാനം നടന്നു. ബ്രഹ്മചാരി ആ മുറിയിലുണ്ടായിരുന്നു. ലഘുവായ പ്രാതൽ കഴിച്ചു. അവലും പശുവിൻ പാലുമായിരുന്നു വിഭവങ്ങൾ. കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും മലയാളത്തിൽ സംസാരിച്ചു. ഞാൻ തികച്ചും ആത്മാർത്ഥതയുള്ള ആധ്യാത്മിക സാധകനാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എൻ്റെ ശാരീരികമായ മോശപ്പെട്ട അവസ്ഥയെ ഓർത്തിട്ട് അദ്ദേഹം സുഗമമായി നടക്കാൻ കഴിയുന്നതുവരെ ആശ്രമത്തിൽ തങ്ങാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ സസന്തോഷം സമ്മതിച്ചു. അദ്ദേഹം എന്നോടൊപ്പം വസിഷ്ഠ ഗുഹയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സമാധി സ്ഥലവും കാണിച്ചു തന്നു. സമാധി സ്ഥിതി ചെയ്യുന്നിരുന്നത് നദിയുടെ പാറക്കെട്ടുള്ള കരയിലായിരുന്നു. അതിന് സമീപത്തായി ഉന്തി നിൽക്കുന്ന ഒരു പാറക്കെട്ടിൽ അരുന്ധതി ഗുഹ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഗുഹ ഉണ്ടായിരുന്നു. ഇതേ അരുന്ധതി ഗുഹയിൽ വെച്ച് ഭാവിയിൽ ബാബാജിയോടൊപ്പം കുറേ നാളുകൾ കഴിച്ചു കൂട്ടുമെന്ന് കാര്യം അന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. വസിഷ്ഠ ഗുഹ പ്രകൃതിദത്തമായ അതിവിശാലമായ ഒരു തുരങ്കമാണ്. അത് അവസാനിക്കുന്നത് വിസ്താരമുള്ള ഒരു ഗുഹയിലാണ്. ഗുഹയ്ക്കുള്ളിൽ കൂരിരുട്ടാണ്. ഗുഹാ കവാടത്തിലൂടെ കടന്നുവരുന്ന മങ്ങിയ വെളിച്ചവുമായി നിങ്ങളുടെ കണ്ണുകൾ പഴകുന്നതോടുകൂടി ഈ ഇരുട്ട് നിങ്ങൾക്ക് പ്രശ്നമാകുകയില്ല. ഗുഹയുടെ അങ്ങേ അറ്റത്ത് കറുത്ത നിറത്തിലുള്ള ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ തുരങ്കം ഒരിക്കൽ ഗുഹയുടെ അവസാന ഭാഗവും കടന്ന് നദിയുടെ കര വരെ വ്യാപിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന സമയത്ത് ബാഹ്യലോകത്തിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. പുറം ലോകത്തിലെ ശബ്ദകോലാഹലങ്ങളോ സംഭവങ്ങളോ യാതൊന്നും അറിയാൻ കഴിയുകയില്ല. നിതാന്ത നിശബ്ദതയ്ക്ക് ഭംഗം വരുന്നത് വല്ലപ്പോഴും ചീവിടുകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുമ്പോഴായിരിക്കും. ശാന്തമായി അവിടെ ഇരിക്കുന്നയാളിൻ്റെ മനസ്സ് പൊടുന്നനെ ശാന്തി കൈവരിക്കുകയും പെട്ടെന്ന് ധ്യാനത്തിൽ മുഴുകുകയും ചെയ്യും. അതിപ്രാചീനമായ ഈ ഗുഹയിലിരുന്നാണ് വസിഷ്ഠൻ തപസ് ചെയ്തത്. അടുത്ത കാലത്ത് സ്വാമി പുരുഷോത്തമാനന്ദനും
അവിടെ തപസ് അനുഷ്ഠിച്ചു. എനിക്ക് ആതിഥ്യം അരുളിയ മലയാളി ബ്രഹ്മചാരി അനേകം വർഷങ്ങൾ അദ്ദേഹത്തെ സേവിക്കുകയുണ്ടായി. സ്വാമി പ്രസ്തുത ഗുഹയിൽ സ്ഥിരമായി വസിച്ചിരുന്നു. സ്വാമി പുരുഷോത്തമാനന്ദനും കേരളീയനായിരുന്നു. അദ്ദേഹം സ്വാമി നിർവാണാനന്ദൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ജനിച്ചത് കേരളത്തിലായിരുന്നു. അദ്ദേഹം തൻ്റെ നന്നേ ചെറുപ്പത്തിൽ മഹാനായ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ടിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം രാമകൃഷ്ണ മിഷനിലെ പൗരോഹിത്യ ശ്രേണിയെ വിമർശിക്കുകയും സ്വന്തം നിലയെ കേരളത്തിലെ ഒറ്റപ്പാലത്ത് രാമകൃഷ്ണാശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. സ്വാമി പുരുഷോത്തമാനന്ദൻ 1879 നവംബർ മാസം 23 ജനിച്ചത്. സ്വാമി നിർമ്മലാനന്ദൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാമകൃഷ്ണ മിഷന്റെ പ്രഥമാധ്യക്ഷനായ സ്വാമി ബ്രഹ്മാനന്ദനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ 1923 അദ്ദേഹം രാമകൃഷ്ണ പരമഹംസന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാളായ സ്വാമി ശിവാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. സന്യാസിയായി. സ്വാമി ശിവാനന്ദൻ പരക്കെ അറിയപ്പെടുന്നത് മഹാപുരുഷ് മഹാരാജ് എന്ന പേരിലാണ്. 1928 വസിഷ്ഠ ഗുഹയിൽ എത്തിച്ചേർന്ന സ്വാമി പുരുഷോത്തമാനന്ദൻ അനേകം വർഷങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നു. ഗുഹയുടെ പുറത്തുള്ള തുറസായ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത്. സ്വാമി 1961 ഫെബ്രുവരി മാസം 13 പുണ്യദിനമായ മഹാശിവരാത്രി നാളിൽ രാത്രി 10:50 82-ാമത്തെ വയസ്സിൽ സമാധിയായി. ഞാൻ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ആ സ്ഥലത്ത് ഏതാനും കുടീരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ അടുക്കളയും ഉണ്ടായിരുന്നു. ബ്രഹ്മചാരിയെ കൂടാതെ ഒരു പാചകക്കാരനും അയാൾക്ക് ഒരു സഹായിയായും 1-2 സന്ദർശകരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. തികച്ചും ഏകാന്തമായ ആ സ്ഥലം ധ്യാന പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായിരുന്നു. അതിനാൽ ഞാൻ 15 ദിവസം അവിടെ തങ്ങി. ഗംഗയിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചും ഗുഹയിലിരുന്ന് യോഗാഭ്യാസവും ധ്യാനവുമായി കഴിഞ്ഞു. ആശ്രമത്തിലെ ആഹാരം ലളിതവും മിതവും എന്നാൽ മെച്ചപ്പെട്ടതുമായിരുന്നു. ബ്രഹ്മചാരി വല്ലപ്പോഴും എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ഗുരുവുമായി കഴിഞ്ഞിരുന്ന കാലത്തെ പല അനുഭവ കഥകളും കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വരികയും അവിടെ തങ്ങുകയും ചെയ്തിട്ടുള്ള അനേകം സന്യാസിമാരെ പറ്റിയും പല വിവരങ്ങളും നൽകുകയുണ്ടായി. 15 നാൾ കൊണ്ട് കാലിലെ വ്രണങ്ങൾ കരിഞ്ഞു. അതിനാൽ എത്രയും വേഗം അവിടെ നിന്നും യാത്രയാകാൻ നിശ്ചയിച്ചു. ആ സ്ഥലം എന്തുകൊണ്ടും മഹത്തായ ഒരിടം തന്നെയായിരുന്നു. എന്നിരുന്നാലും എനിക്ക് എൻ്റേതായ വഴിയിലൂടെ പോകേണ്ടതുണ്ട്. പലപ്പോഴും പലതരം സന്ദേഹങ്ങൾ മനസ്സിൽ പൊന്തി വന്നിരുന്നു. ദുഃഖായ പ്രായം ചെന്ന സന്യാസിയുടെ വാക്കുകൾ ഇടയ്ക്കിടെ ഓർത്തുപോകുമായിരുന്നു. എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ സംശയങ്ങളെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ഗുരുവിനെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗുരു എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു. ക്ഷമയോടെ കാത്തിരിക്കൂ. പ്രതീക്ഷ കൈവിടരുത്. യാത്ര തുടങ്ങിയതേയുള്ളൂ. ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു ദിവസം അതിരാവിലെ ഞാൻ ബ്രഹ്മചാരിയോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തോട് വിട പറയുകയും ചെയ്തു. ഒരിക്കൽ കൂടി ബദ്രിനാഥിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.